അടിപൊളി പടം, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും കാണണം. നല്ല പടമാണ്. നല്ലൊരു ട്വിസ്റ്റ്, അടിപൊളി. സൂപ്പർ. കുഴപ്പമില്ല, ആവറേജ്. നല്ല സൂപ്പർ പടം, എല്ലാരും വന്ന് കാണണം കേട്ടാ. നമുക്കടെ തമാശൊക്കെ ഉണ്ട്, പക്ഷെ ലാസ്റ്റ് ആണ് മൂഡ് പടാവുന്നത്. ലാസ്റ്റ് ഡിക്റ്റേറ്റീവിന്റെ മൂടും പിന്നെ നമുക്കടെ തമാശ ഇതൊക്കെ അത് ചെറിയൊരു വേറെ ഒന്നുമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ചിലത് പറയാൻ ലാഗ് കിട്ടുന്നത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു കാലഘട്ടത്തിൽ പറ്റിയൊരു ഫിലിം എല്ലാവരും പറയാറുണ്ട് നമുക്ക് അപ്ഡേറ്റഡ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്ഷേ ഈ CBI പോലെ സീരിയസ് ത്രില്ലറല്ല, കോമഡിയും പിന്നെ ആക്ഷൻ നമുക്കെല്ലാം ചെയ്യുന്നത്. മമ്മൂട്ടിക്ക് ആക്ഷൻ പറ്റില്ല, മറ്റൊരു ഭാഗമുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നും. പോലും പറയാൻ പറ്റാത്ത പടമാണ്. ഒരു വയലിലെ ലാഗോടെ കൊണ്ടുപോയി അവസാനം ഒരു ട്വിസ്റ്റ് പോലും ഇല്ലാത്തൊരു പടം. സാധാരണ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡിറ്റക്റ്റീവ് ഒരു ആ ലെവലിൽ പ്രതീക്ഷിച്ച പടം അവസാനം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. അത്ര വലിയ ട്വിസ്റ്റൊന്നല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് വന്നു പോയത്. ഒരു ഗൗതം വാസുദേവ മേനോൻ്റെ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ പൊട്ട പടമാണ്. ഈ സീരീസ് ഇവിടെ തുടങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടം വന്നാൽ ഇനി മാല പോലെ പൊട്ടാതിരുന്ന ഭാഗ്യം. അത്രയും തല്ലിപ്പൊളി പടം, വളരെ ലാഗാണ്, കണ്ടിരിക്കാൻ ഒന്നും കൊള്ളില്ല. അത്രയും ലാഗായിട്ട് നമ്മൾ ഒരു ട്വിസ്റ്റും ഇല്ല. ആവറേജ് പടം ഉള്ളൂ, വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ തിയേറ്റർ കുലുങ്ങും, തിയേറ്റർ വെടിക്കെട്ടാവുമെന്നൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ആവറേജ് സിനിമയാണ്. നമ്മൾ ഈ നെഗറ്റീവ് എല്ലാവരും ഒന്ന് പോസിറ്റീവ് റിവ്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പോസിറ്റീവ് റിവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ട് കാര്യമില്ല. കണ്ട പ്രേക്ഷകർ നമ്മളിത് പോസിറ്റീവ് കൊടുത്താലും തിയേറ്ററിൽ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരും. പക്ഷേ വളരെ മോശം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ മമ്മൂക്ക കമ്പനി ഏറ്റവും മോശം സിനിമ ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അഭിനയമൊക്കെ അടിപൊളിയാണ്. അവരെ മമ്മൂക്ക എന്നും നമുക്ക് മാറ്റിവെക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല. അത്ര നല്ല ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനങ്ങനെ ഫസ്റ്റ് ഡേ പോയി മൂവി വാച്ച് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഫസ്റ്റ് ഡേ ഈ മൂവി കാണാൻ വന്നു. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആക്ച്വലി നമ്മളുടെ ഒരു ഫ്രണ്ട്സാണ്. അപ്പം അവർ നമ്മൾ ചിരിച്ച് കളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്നൊരു ത്രില്ലർ മൂവി എന്ന് പറയാം. പക്ഷേ ശരിക്കും എന്തിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് വളരെ ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കണ്ടാൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അടിപൊളി. അതെ അതെ, അസലായിട്ടുണ്ട്. ബ്രില്യൻസ്, ആ ബ്രില്യൻസ് സാറിൻ്റെ ബ്രില്യൻസ് സിനിമയിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയെ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. എല്ലാ ആക്ടേഴ്സും നല്ലായിരുന്നു. ഫസ്റ്റ് മലയാള മൂവിയിൽ നല്ല അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണുക. അതുപോലെ നാളെ എൻ്റെ മൂവി റിലീസാണ് ബെസ്റ്റ്, അതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. I loved it. Loved the experience of watching with everyone else. And ellaru sandoshama paathudu ellarume kai thattudu enakku romba sandoshamayichu. Thank you. experience with Mamuka? Oh, it was extremely scary and nervous, but then hopefully I've done justice to it. Ellaru paathudu eppadi irukenu solunga. How did you watch with the Audience, yeah, I was actually expecting everybody to like laugh or like applaud. So that was